യമ്മി ആൻഡ് മീയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ 65 ബിരിയാണി റെസിപ്പിയാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ആദ്യം ചിക്കൻ 65 തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ കോഴി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കാനുള്ളത് തൈരാണ്. അപ്പോൾ ഞാനിവിടെ സാധാ പാക്കറ്റ് തൈരാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഞാനൊരു കോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു 4 ടേബിൾ സ്പൂൺ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ചെറുനാരങ്ങ ഒരു ചെറിയ ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ 1.5 ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ 1 മതി കേട്ടോ. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും അല്പം കറിവേപ്പിൻ്റെ ഇല ചോപ്പ് ചെയ്തതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കൻ്റെ മാരിനേഷൻ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കന് മാരിനേഷൻ ചെയ്തെടുക്കുന്നത് ഒരു മണിക്കൂർ മുന്നേ ചെയ്തെടുക്കണം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, എങ്കിൽ ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പം കൂടി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മാരിനേഷൻ റെഡിയാണ്. ഞാൻ അടുപ്പത്ത് ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഉള്ളി ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണയും അല്പം ഓയിലും മിക്സ് ചെയ്തിട്ട് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലിനെക്കാട്ടും കൂടുതൽ എടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് മുഴുവൻ ഉള്ളിയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ നിറം ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളി നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇപ്പോൾ റെഡിയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള ഉള്ളിയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഴുവൻ ഉള്ളിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാരിനേഷൻ ചെയ്ത ചിക്കനിലേക്ക് നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മിക്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്നും കൂടി മാരിനേഷൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടാട്ടോ ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലും വെളിച്ചെണ്ണയുടെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിലിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിലിട്ടിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നിട്ട് വറുത്തെടുത്താൽ മതി. കാരണം ഉള്ളി വേവേണ്ട ആവശ്യമില്ല. നമ്മൾ ചിക്കന് ദമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരു ഹാഫ് വേവ് ആയാൽ നമുക്ക് ചിക്കന് കോരി മാറ്റട്ടോ.
അപ്പോൾ ചിക്കൻ്റെ ഒരു വശം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും വെന്താൽ മതി. ബാക്കി നമ്മുടെ ചിക്കന് ദമ്മിൽ കിടന്ന് വേവും. അപ്പോൾ ഒരു ഹാഫ് വേവ് ആയ ഉടനെ തന്നെ അത് മറിച്ചിട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച മുഴുവൻ ചിക്കനും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ചിക്കൻ മുഴുവനായിട്ടും. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അതിലുള്ള ഓയിലും കൂടിയും ചേർത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പൊരിച്ച് മാറ്റുമ്പോൾ അതിലുണ്ടാകുന്ന ഓയിലും കൂടിയും ചേർത്തിട്ട് വേണം ഇതിലേക്ക് മാറ്റി കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ബിരിയാണിയിലേക്കുള്ള ചിക്കൻ 65 റെഡിയാണ്. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചിക്കൻ മാരിനേഷൻ ചെയ്ത ആ പാത്രം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഒരൽപ്പം ബിരിയാണി മസാലയും ഒരൽപ്പം കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഓണിയൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓണിയൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരൽപ്പം നമുക്ക് ബിരിയാണി ദം ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാണ്. ഞാൻ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കടായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊരിച്ച ഓയിലും കൂടിയും ചേർത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ബിരിയാണിയുടെ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒരല്പം വെള്ളക്കുറവുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ മസാല റെഡിയാക്കിയ പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ മസാല റെഡിയാണ്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് തയ്യാറാക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. സാധാരണ രീതിയിൽ തന്നെയാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വെള്ളത്തിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ല. വെള്ളത്തിൽ അല്പം കറാമ്പൂവും കറാമ്പട്ടം ഏലക്കയും പിന്നെ അരിയിലേക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ദം ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഒണിയനും അല്പം ചപ്പും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് ഒരു 2 ടീസ്പൂണും ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക ചോറ്. ഞാനിവിടെ 1.25 kg അരിയാണ് എടുത്തിട്ടുള്ളത്. അരി ദം ചെയ്യുമ്പോൾ ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വീണ്ടും അല്പം ഫ്രൈ ചെയ്ത ഓണിയനും അല്പം മല്ലിച്ചപ്പും 2 ടേബിൾ സ്പൂൺ ഫ്രൈ ചെയ്ത ഓയിലും ചേർത്ത് കൊടുക്കുക. അരി ഒരു 80% വേവാകുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ബാക്കി അത് ദമ്മിലിരുന്ന് വേവും. അപ്പോൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫോയിൽ പേപ്പറാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫോയിൽ പേപ്പർ അതിന് മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ആവിയൊന്നും പോകാത്ത തരത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന്റെ മൂടി വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിൽ കനമുള്ള എന്തെങ്കിലും ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ദം ചെയ്യാൻ റെഡിയാണ്. ആദ്യം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി ദം ചെയ്ത് റെഡിയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം, അതിൻ്റെ ഉൾവശമൊക്കെ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ബിരിയാണി റെഡിയാണ്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലുള്ള ചിക്കൻ ഒന്ന് കാണിച്ചു തരാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 ബിരിയാണി റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ബിരിയാണിയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.